ഇപ്പോൾ LTTക്ക് സംഭവിച്ചത് ഇവിടുത്തെ ആളുകൾക്ക് സംഭവിക്കാതിരിക്കാനാണ്. കാര്യം LTTക്ക് എന്താ പറ്റിയത്? രാജീവ് ഗാന്ധിയെ കൊന്നതോടുകൂടി അവർക്ക് തമിഴ്നാട്ടിലെ അവരുടെ സേഫ് ആയിട്ടുള്ള താവളം നഷ്ടപ്പെട്ടു. അവർക്ക് പിന്നെ അവിടെ നിക്കക്കളി ഇല്ലാതായി. അതുപോലെ ഈ കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ കേരളത്തിൽ അവരുടെ സേഫ് ആയിട്ടുള്ള പ്ലേസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ ആയുധശേഖരമുണ്ട്, ഇവിടെ ആലോചനകൾ നടക്കുന്നുണ്ട്, ഫണ്ട് നടക്കുന്നുണ്ട്, പരിശീലന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ പാറമടകളിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ജെലാറ്റിൻ സ്റ്റിക്കുകൾ അതുപോലുള്ള സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അറിവും പരിജ്ഞാനവും കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ കൈവശം സൂക്ഷിച്ചിട്ടുമുണ്ട്. സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ കിടക്കുന്നതും ജോലിക്കാരായിട്ട് നിൽക്കുന്നതും അവർ തന്നെയാണ്. നമ്മുടെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, വയനാട് പോലെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു കാലത്ത് ക്രിസ്ത്യൻ അച്ചായന്മാർക്കുണ്ടായിരുന്ന തോക്ക് ലൈസൻസുകളൊക്കെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് അത് ഇല്ലാതാക്കിയിട്ടുണ്ട്. അതിന്റെ നൂലാമാലകൾ പെടാതിരിക്കാനായിട്ട് പലരും ലൈസൻസ് ഉള്ള തോക്ക് റിന്യൂ ചെയ്യാതെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സ്വയരക്ഷയ്ക്ക് പോയിട്ട് ഒരു ആയുധം പോലും ഇല്ല. അപ്പോ ഏതൊരു സ്ഥലത്തെയും കലാപത്തിന്റെ ആദ്യത്തെ 2 ദിവസം ഒരിക്കലും ഒരു സൈന്യത്തിനോ ഒരു പോലീസ് സംവിധാനത്തിനോ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും അധികം പ്രഹരം അവർ ഒപ്പിച്ചും 2ാമത്തെ ദിവസമായിരിക്കും അവർ പിൻവാങ്ങുന്നത്. അപ്പൊ അതിനുള്ളിൽ പരമാവധി നിരപരാധികളുടെ തലകൾ ഇവിടെ വേർപെടുമെന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി മേഖലകളിലൊക്കെ ഒത്തിരി വീടുകൾ അടഞ്ഞു കിടപ്പുണ്ട്. ഇനിയൊരു പ്രളയമോ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീടുകളെല്ലാം കുത്തിത്തുറന്ന് ഇവർ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സഹായത്തോടും കൂടിയും അറിവോടുകൂടിയും കയറി താമസമാക്കുന്ന കാലവും വിദൂരമല്ല. അപ്പൊ ഇതൊക്കെ ഒരു വലിയ ഒരു അപകടമാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത്. നമ്മുടെ ആൾക്കാർ ഇവിടെ NRC നടപ്പിലാക്കാൻ പോകുമ്പോഴും CA നിയമത്തിനെതിരെയൊക്കെ നമ്മളൊക്കെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങളെയൊക്കെ നാട് കടത്താനാണ് CA നിയമം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു പ്രൊപ്പഗണ്ട സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നമ്മൾ വീണുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ പുരോഹിതർ ഉൾപ്പെടെ CAക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും അപകടം നാം മനസ്സിലാക്കുന്നില്ല. ഏറ്റവും വലിയ അപകടമാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത്.